നമസ്കാരം, തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ആ പെൺകുട്ടികളെ കണ്ടെത്തി. കഴിഞ്ഞ ബുധനാഴ്ച താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥികളെയാണ് മഹാരാഷ്ട്രയിലെ ലോണാവാല സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടികളെ റെയിൽവേ പോലീസാണ് കണ്ടെത്തിയത്. കേരള പോലീസ് നേരത്തെ തന്നെ പെൺകുട്ടികളുടെ ഫോട്ടോ കൈമാറിയിരുന്നു. ഇതാണ് റെയിൽവേ പോലീസിനെ പെൺകുട്ടികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സഹായിച്ചത്. ഇരുവരും സുരക്ഷിതരാണ്. രണ്ടുപേരെയും പൂനെ RPF ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രണ്ട് കുട്ടികളും സന്തോഷത്തിലാണ്. പക്ഷേ വീട്ടിലെത്തിയാൽ രക്ഷിതാക്കൾ വഴക്കു പറയുമെന്ന ഭയമുണ്ടെന്നാണ് ഇവർ താനൂർ DYSPയോട് വ്യക്തമാക്കിയത്. പെൺകുട്ടികളെ കാണാനില്ലെന്നറിഞ്ഞതു മുതൽ തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. അതിനിടയിലാണ് ഇവർ എടവണ്ണ സ്വദേശിയായ യുവാവിനൊപ്പം മുംബൈയിലെ പൻവേലിൽ എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചത്. ഇവിടെ എത്തി പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിൽ മുടി ട്രിം ചെയ്യുന്ന വീഡിയോ പോലീസിന് ലഭിച്ചിരുന്നു. ഇരുവരെയും മുംബൈ പോലീസിന്റെ സഹായത്തോടെ നാട്ടിലെത്തിക്കും. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടികളുടെ നമ്പറിലേക്ക് എടവണ്ണ സ്വദേശിയായ യുവാവിന്റെ ഫോൺ കോൾ വന്നതായി കണ്ടെത്തിയിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. തുടർന്നാണ് ഇയാളുടെ എടവണ്ണയിലുള്ള വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചത്. ഇയാൾ മുംബൈയിലേക്ക് പോയതായി വിവരവും ലഭിച്ചു. പിന്നീട് ഇയാളുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ മുംബൈയിലുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത്. താനൂരിൽ നിന്ന് തിരൂരിലെത്തിയ പെൺകുട്ടികൾ പിന്നീട് ട്രെയിൻ മാർഗമാണ് കോഴിക്കോട് എത്തിയത്. അവിടെ നിന്നാണ് യുവാവിനൊപ്പം ഇവർ മുംബൈയിലേക്ക് പോയത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ യുവാവുമായി പരിചയപ്പെടുന്നത്. ബുധനാഴ്ച മുതലാണ് രണ്ടുപേരെയും കാണാതാവുന്നത്. പരീക്ഷയ്ക്ക് പോകാനാണ് കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പരീക്ഷയ്ക്ക് ഹാജരാകാത്തതിനെ തുടർന്ന് അധ്യാപകർ വീട്ടുകാരെ വിവരം അറിയിച്ചു. തുടർന്നാണ് പെൺകുട്ടികളെ കാണാനില്ലെന്ന് മനസ്സിലാകുന്നത്. പിന്നീട് വീട്ടുകാർ താനൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ അവസാനമായി ഓൺ ആയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നെന്നാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. കൂടാതെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള പെൺകുട്ടികളുടെ CCTV ദൃശ്യങ്ങളും ഇവർ കോഴിക്കോട് എത്തിയതിന്റെ ടവർ ലൊക്കേഷനും പോലീസിന് ലഭിച്ചിരുന്നു. താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളാണ് ഇരുവരും.